മാത്രമല്ല ശ്രീനാരായണ ഗുരു എന്ന് പറയുമ്പോൾ ശരിക്കും ഇന്നത്തെ തലമുറയ്ക്ക് അത് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഓരോ കുട്ടികളും നമ്മുടെ ഈ ലോകത്തിലേക്ക് ജനിച്ചു വരുമ്പോൾ നമുക്കാർക്കും ജാതിയോ മതമോ ഒന്നും അറിയില്ല എന്ന് പറയുന്നത് പോലെ ആ കുഞ്ഞു പ്രായത്തിൽ എനിക്കും ഈ ജാതി മതം ദൈവത്തിൻ്റെ സ്വരൂപമായിട്ട് പലർക്കും ഈ പരമമായ സത്യത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട അല്ലെങ്കിൽ അതിലേക്ക് ലയിച്ചു ചേരപ്പെട്ട ഗുരുക്കന്മാർ അതാത് കാലഘട്ടത്തിലുള്ള മനുഷ്യരാശിക്ക് ദർശന സ്വഭാവത്തിൽ ഈ രൂപത്തിലാണ്. അപ്പോൾ ഏത് കുടുംബത്തിലും ഏത് ജാതിയിലോ എവിടെ ജനിച്ചാലും അതിൽ ക്ഷത്രിയനും വൈശ്യനും ശൂദ്ര സ്വഭാവത്തിലൊക്കെ ഉള്ള ഓരോ വ്യക്തികളുണ്ടാവും. ഒരു വീട്ടിൽ തന്നെ എല്ലാ വർണ്ണങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏത് സ്വഭാവം ഉണ്ടാവും, എല്ലാവരിലും ഈ എല്ലാത്തിൻ്റെയും ക്വാളിറ്റി മിശ്രിതമാണ്. ഇനി ഏത് സ്വഭാവത്തിൽ ജനിച്ചാലും അയാൾക്ക് ബ്രാഹ്മണനോ ക്ഷത്രിയനോ ഒക്കെ ആയിട്ട് പരിണമിക്കാനുള്ള അവസ്ഥ. സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മോളുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെ ചെമ്പഴന്തിയുടെ അവിടെ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് എക്സാം ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയപ്പോൾ ആ പരീക്ഷ നടക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടി. അപ്പോൾ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലം തൊട്ടടുത്താണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോവാം, അവിടെ ഒന്ന് കണ്ട് അവിടെ കുറച്ച് നേരം ഇരിക്കാം എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനും ശ്രീയും കൂടെ അങ്ങനെ ഗുരുകുലത്തിലേക്ക് പോയി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു. മാത്രമല്ല ശ്രീനാരായണ ഗുരു എന്ന് പറയുമ്പോൾ ശരിക്കും ഇന്നത്തെ തലമുറയ്ക്ക് അത് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും അങ്ങനെ അതെല്ലാം വായിച്ചപ്പോഴൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു സന്യാസി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, പക്ഷേ അത്രയും ആത്മജ്ഞാനിയായിട്ടുള്ള ഒരു ഗുരു ശരിക്കും ഭൗതിക തലത്തിലാണ് ഏറ്റവും വലിയ വിപ്ലവം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇന്നത്തെ രീതിയിൽ ഇത്രയും ഒരു മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലൊക്കെ ഇത്രയും മാറ്റങ്ങൾ, ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാവശ്യമായിട്ടുള്ള ആചാരങ്ങളും എല്ലാം ഇല്ലാതാക്കി ഒരു പുതിയ ഒരു യുഗത്തിലേക്ക് സത്യത്തിൽ കേരളത്തിനെ കൈപിടിച്ച് ഉയർത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വലിയ ഭരണകർത്താക്കളോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ ഒക്കെ ആയിരിക്കും ഇങ്ങനത്തെ ചെയ്യുന്നതെന്ന്. അതാണ് ഞാൻ പറഞ്ഞ ആ അത്ഭുതം. ഏറ്റവും വലിയൊരു സന്യാസി വര്യൻ നമ്മുടെ കേരളത്തിനെ അടിമുടി മാറ്റിമറിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം യാത്ര ചെയ്ത് നടത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളും അത്രയ്ക്കും, ഇപ്പോൾ കണ്ണാടി പ്രതിഷ്ഠ മുതൽ ഓരോന്നും ഗുരു ചെയ്തിട്ടുള്ള അത്രയും മഹത്തരമായ കാര്യങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് അത്രയും അറിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രീക്ക് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് ശ്രീക്ക് പറയാനുള്ളത്? സദ്ഗുരുവേ ശരണം. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വരുന്നത്, കുട്ടിക്കാലത്ത് അച്ഛനോടൊപ്പം ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ ശിവഗിരി മഠത്തിൽ പോവുകയുണ്ടായി. അപ്പോൾ വളരെ കൊച്ചു പ്രായത്തിൽ ആദ്യമായിട്ട് നമ്മൾ ശിവഗിരി മഠത്തിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പം ആ വിവാഹം കഴിഞ്ഞ് അച്ഛൻ എനിക്ക് എല്ലാ സ്ഥലങ്ങളും അവിടെ എല്ലാം ആരാധനാലയങ്ങളും ഓരോ സ്ഥലവും കൊണ്ട് കാണിക്കുമ്പോൾ നാരായണ ഗുരുവിനെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ നാരായണ ഗുരുവിനെക്കുറിച്ചും ഈ ജാതി വ്യവസ്ഥകളും നാരായണ ഗുരുവിൻ്റെ വർക്കുകളും മനുഷ്യരാശിയിൽ എന്താണെന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ അച്ഛൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ടിപ്പോൾ ഓരോ കുട്ടികളും നമ്മുടെ ഈ ലോകത്തിലേക്ക് ജനിച്ചു വരുമ്പോൾ നമുക്കാർക്കും ജാതിയോ മതമോ ഒന്നും അറിയില്ല എന്ന് പറയുന്നത് പോലെ ആ കുഞ്ഞു പ്രായത്തിൽ എനിക്കും ഈ ജാതി മതം ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് അച്ഛനിൽ നിന്ന് ജാതി, അതായത് നമ്മളും ഒരു പ്രത്യേക ജാതി വിഭാഗത്തിൽപ്പെട്ടതാണ് എന്നൊക്കെ അച്ഛൻ പറയുകയുണ്ടായി. അപ്പോൾ ഈ ജാതിയെക്കുറിച്ചും നമ്മളൊരു പ്രത്യേക ജാതിയിലും മതവിഭാഗത്തിലൊക്കെ പെട്ടതാണെന്ന് ആദ്യമായിട്ട് വളരെ കുഞ്ഞു പ്രായത്തിലാണ് ആദ്യമായിട്ട് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമമായിപ്പോയി. കാരണം ആ കുഞ്ഞു മനസ്സിൽ അങ്ങനെയാണ് ഒരു വിഷമം. കാരണം നമ്മളൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പാണോ, നമ്മൾ ഈ എല്ലാത്തിൻ്റെയും കൂടെയുള്ള ഒന്നായിട്ടുള്ള നമ്മുടെ ഒരു ശക്തി അങ്ങ് നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. അതായത് ഒരു വ്യക്തി എന്ന രീതിയിൽ എൻ്റെ എല്ലാ ശക്തിയും പോയി, ഞാനൊരു ദുർബലനായിപ്പോയി. ഒരു കൊച്ചു വിഭാഗത്തിൻ്റെ ഭാഗമാണോ നമ്മൾ? എനിക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം വിഷമമായി. അങ്ങനെ ആ കൊച്ചു മനസ്സിൽ ഇപ്പോൾ കുട്ടികൾക്കിപ്പോൾ എന്ത് കാര്യത്തിനാണ് വിഷമമാകുന്നത്, എന്താണ് അവരുടെ കാഴ്ചപ്പാട്? കാരണം അവർ ഒരുപക്ഷെ എല്ലാം ഒന്നായിട്ട് വളരെ ഫ്രീ ആയിട്ട് കരുതിയിരുന്ന ഒരു സമയത്ത് പെട്ടെന്ന് നമ്മളൊരു പ്രത്യേക മതവിഭാഗം അല്ലെങ്കിൽ പ്രത്യേക ഒരു ജാതി എന്നൊക്കെ പറയുമ്പോൾ
ഇല്ല കുട്ടികൾക്ക് എന്താണ് അവസ്ഥയെന്നറിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ കുഞ്ഞു മനസ്സിൽ അന്ന് അത് വളരെയധികം ഒരു വിഷമം ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഒരു വിഷമത്തിൽ നമുക്ക് എന്താണ് അതിനൊരു സൊല്യൂഷൻ എന്ന് അറിയാതെ എന്തോ ഒരു അസ്വാഭാവികമായിട്ടുള്ളൊരു ദുഃഖത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു സമൂഹത്തിൽ വരുത്തിയ പരിവർത്തനം, ജാതി വ്യവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ളൊരു കോട്ടിങ് ഇങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ ഞാൻ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് നാരായണ ഗുരുവിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവന, മനുഷ്യരാശിക്ക് നൽകിയ സംഭാവന. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും ആശ്വാസം ഉണ്ടായത്. അതായത് നാരായണ ഗുരു പറഞ്ഞിരിക്കുന്നു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, നമ്മളെല്ലാവരും ഒന്നാണ്. അന്ന് വരെയുള്ള നമ്മുടെ ഈ സങ്കല്പങ്ങളെയൊക്കെ, നമ്മുടെ ഈ സമൂഹത്തിൻ്റെ സങ്കല്പങ്ങളെയൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് നമുക്ക് കേരള സമൂഹത്തിൽ ഇതെല്ലാം ഒന്നാണെന്നുള്ള ഒരു ഐക്യവും സ്നേഹവും മനുഷ്യരാശിയെ അവരുടെ പൂർണ്ണമായ ശക്തിയിലേക്ക് ഉണർത്തുന്ന, അവരെല്ലാം ഒറ്റക്കെട്ടാണ്, ഒരൊറ്റ ശക്തിയാണെന്നുള്ള ആ ബോധവും ആ ശാന്തിയും പകരുന്ന ഒരു വിപ്ലവാത്മകമായ ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിന് പകർന്നു വന്നു. അപ്പോൾ അത് ആ നിമിഷം തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞു പ്രായത്തിൽ തന്നെ നമുക്കത് വലിയൊരു ആശ്വാസമായി മാറി. നമ്മൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് പെട്ടെന്ന് അപ്പോൾ തന്നെ നമുക്ക് ശക്തി വന്നു. ആ ദുർബലനായ ഒരു നിമിഷം കൊണ്ട് ജാതി മതത്തിലൊക്കെ ആയിപ്പോയപ്പോൾ ദുർബലനായി തോന്നിയ ഞാൻ പെട്ടെന്ന് തന്നെ നാരായണ ഗുരുവിൻ്റെ ഈ വാക്ക് കേട്ട് ശക്തി സംഭരിച്ചു, പൂർണ്ണനായ നമ്മുടെ ആ ശക്തി തിരിച്ചു വന്നു. അപ്പോൾ എന്തു പറ്റി? നാരായണ ഗുരുവിന് അന്നു മുതൽ എൻ്റെ മനസ്സിൽ ഇത്രയും വലിയൊരു സ്ഥാനം, ഈ ഒരു വാചകത്തിൻ്റെ പേരിൽ ഇത്രയും വലിയൊരു സ്ഥാനം എൻ്റെ മനസ്സിലങ്ങുണ്ടായി കൊച്ചു പ്രായത്തിൽ. അങ്ങനെ നമ്മുടെ മനസ്സിൽ കയറിപ്പറ്റിയ ഒരു വലിയൊരു ബിംബമാണ് ഈ നാരായണ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ നാരായണ ഗുരുവിൻ്റെ ആ ഇൻഫ്ലുവൻസ് പിന്നെ പിൽക്കാലത്ത് എന്നെ ഏതെല്ലാം രീതിയിൽ സ്വാധീനിച്ചെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ, ഞാനിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഈ നമ്മളന്ന് പട്ടം സെയിൻറ്റ് മേരീസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അവിടെ കാത്തലിക്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് ചില പ്രത്യേക സമയത്ത് അവർ വെയിറ്റ് ചെയ്യാൻ പറയും. എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട്, പള്ളിയിൽ എല്ലാവരും വരണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാവുമായിരുന്നു. ഞാൻ അന്ന് വിചാരിച്ചു, ഞാനൊരു ക്രിസ്ത്യൻ അല്ലല്ലോ, ഒരു ക്രിസ്ത്യൻ ആയെങ്കിൽ കൊള്ളാം. കാരണം നമുക്ക് യേശു എന്നൊക്കെ പറയുമ്പോൾ നമുക്കെല്ലാം ഭയങ്കര സന്തോഷവും സ്നേഹവും, അവിടെ പള്ളിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നാരായണ ഗുരുവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ ഈ പറയുന്ന ഒരു ജാതി, ഒരു മതം എന്ന് പറയുന്ന അങ്ങ് കൊച്ചിലെ തന്നെ നമ്മുടെ മനസ്സിൽ വേരോടിപ്പോയല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ജാതി, ഒരു മതം എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ക്രിസ്ത്യൻ ആകാനുള്ള ഒരു ആഗ്രഹം, ആ ക്രിസ്ത്യാനിറ്റിയോടുള്ളൊരു ബഹുമാനം ഞാനിപ്പോൾ ഓർക്കുകയാണ് മനസ്സിൽ. അതുപോലെ തന്നെ പിൽക്കാലത്ത് ഇപ്പോൾ നമ്മുടെ അമ്മ ഒരു ഹിസ്റ്ററി ടീച്ചറാണ്. അപ്പോൾ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ നമ്മുടെ വലിയ ഈ പടങ്ങളുണ്ടല്ലോ, ബുദ്ധ ഭഗവാൻ, മഹാവീരൻ, ഗുരുനാനാക്ക്, ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളെല്ലാം അമ്മ കൊണ്ടുവന്നിട്ട് കുട്ടികളെ കാണിച്ച് പഠിപ്പിക്കാനായിട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ ചിത്രങ്ങളിലൂടെ ബുദ്ധ ഭഗവാനെ കാണുമ്പോഴും ജൈനനും മറ്റേ ഗുരുനാനാക്ക്, ഇതൊക്കെ ഇങ്ങനെ പല പല മതങ്ങളും മത ആചാര്യന്മാരെയൊക്കെ കാണുമ്പോൾ നമുക്കെല്ലാം നമ്മളും അതിൻ്റെ ഒരു ഭാഗമാണ്. ഇതും നമ്മുടെ മനുഷ്യരാശിയുടെ ഗുരുക്കന്മാരുടെ എന്തോ നമുക്കൊരു വളരെയധികം ആകർഷണവും ഒരു ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടാവും. പിന്നീടിപ്പോൾ ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇസ്ലാം മതത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ അധികം ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഈ ബാങ്ക് വിളിക്കുന്നു, അതായത് ഇങ്ങനെ പല സമയത്തും ഇങ്ങനെ ഒരു പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ മൈക്കിൽ കൂടെയൊക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് അമ്മയോട് ചോദിക്കുമ്പോൾ അത് ഇസ്ലാം മതത്തിൻ്റെ ഭാഗമാണ് എന്ന് ആദ്യമായിട്ട് ഒരു കുഞ്ഞു പ്രായത്തിൽ നമുക്കൊന്നും അറിയില്ല, നമ്മൾ ഹിന്ദു മുസ്ലിം ഒന്നും അറിയാത്തൊരു പ്രായത്തിൽ മാതാപിതാക്കന്മാരൊക്കെ പറഞ്ഞു തരുന്നതിനനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഈ ബാങ്ക് വിളിക്കുമ്പോൾ ഇതെന്താണ് സംഭവം, അപ്പോൾ ഇതൊരു പ്രാർത്ഥനയാണ് എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥന നമ്മളൊന്ന് ശ്രദ്ധിക്കുകയും അതിനുശേഷം റേഡിയോയിൽ ഇങ്ങനെ ഒരു പാട്ട് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ ആ പാട്ട് ഇതാണ്, നമ്മുടെ യേശുദാസിൻ്റെ ഒരു ഗാനം, റസൂലേ നിൻവരവാലേ റസൂലേ നിൻ കനിവാലേ എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ലയിച്ച് കേൾക്കുമ്പോൾ അതിൻ്റെ വരികളിൽ പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ റസൂലേ നിൻവരവാലേ റസൂലേ നിൻ കനിവാലേ എന്ന് പറയുന്നു. അപ്പോൾ അത് നമുക്ക് വളരെ ഒരു ഭക്തി, ആദ്യമായിട്ടൊരു ഭക്തി ഭാവന. എന്നിട്ട് അതിനകത്ത് ഒരു വരിയുണ്ട്, ആ വരികളൊക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ ആ വരിയിൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ പറയും, ഒരേ ഒരു മഹാൻ മാത്രം ചരാചര രക്ഷകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ
ഞാൻ ആദ്യമായിട്ട് ഒരേ ഒരു മഹാൻ മാത്രം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു രൂപം തെളിഞ്ഞു. അപ്പോൾ ഈ ഒരേ ഒരു മഹാൻ മാത്രം ചരാചര രക്ഷകൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് അതിലൊരു ബാങ്ക് വിളിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്നൊരു കണ്ണുനീർ ഇങ്ങനെ വന്നിട്ട് ആദ്യമായിട്ടൊരു ഭക്തിയുടെ ഒരു ആനന്ദം ഈ ഇസ്ലാം മതത്തിനെക്കുറിച്ച് ഈ ഒരു പാട്ടിൽ നമ്മൾ അനുഭവിച്ചതും പിൽക്കാലത്ത് ഓരോ സമയത്തും ഈ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഈ ഒരു ഭക്തിയുടെ ആ വാസന, കൊച്ചിലെ ഉണ്ടായ ആ ഭക്തിയുടെ വാസന, അങ്ങനെ ഈ നാരായണ ഗുരുവിൻ്റെ ഇൻഫ്ലുവൻസ് ആണെന്ന് തന്നെ പറയാം. എല്ലാ മതങ്ങളെയും സ്നേഹിക്കാനും അതിനെ പഠിക്കാനും അതിനെ മനസ്സിലാക്കാനും അതിലൂടെയൊക്കെ വളരാനൊക്കെയുള്ള ഒരു സ്നേഹം, ഒരു ഐക്യം മനുഷ്യരാശിയുടെ എല്ലാ ഗുരുക്കന്മാരും മനുഷ്യരാശിയുടെ പൊതു സ്വത്താണെന്നുള്ള ഒരു അറിവ് നമുക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു രൂപം എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു എന്ന് പറഞ്ഞു. ആ രൂപത്തെക്കുറിച്ച് പറയുമ്പോൾ പിൽക്കാലത്ത് അമ്മ നമ്മളെ കുട്ടിക്കാലത്ത് തന്നെ ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ആശ്രമത്തിൽ, ശാന്തിഗിരി ആശ്രമത്തിൽ അമ്മ ഗുരുവിൻ്റെ ഒരു ശിഷ്യയായിട്ട് വളർന്നു വന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ നമ്മളെ കുട്ടിക്കാലത്ത് ശാന്തിഗിരി ആശ്രമത്തിലേക്ക് അമ്മ കൊണ്ടുവരുമ്പോൾ ഞാൻ ആശ്രമത്തിൻ്റെ ആരാധനാലയത്തിലേക്ക് വരുമ്പോൾ, ആരാധനാലയത്തിൽ നോക്കുമ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരും ഈ ആരാധനാലയത്തിൻ്റെ ചുറ്റും, എല്ലാ ഗുരുക്കന്മാരും. അപ്പം ഞാനിങ്ങനെ ഓടി നടന്നു കണ്ടു. വളരെ കൗതുകം ആയിരുന്നു. അതായത് വളരെ മനോഹരമായിട്ട് നമ്മുടെ ആരാധനാലയത്തിന് ചുറ്റും എല്ലാ മഹാന്മാരുടെയും, ശ്രീകൃഷ്ണനും ബുദ്ധനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ജീസസും, അങ്ങനെ ഒരുപാട് മഹാന്മാരുടെ ചിത്രം. അതിനുശേഷം ഓംകാര പ്രതിഷ്ഠ, താമരയിൽ ഓംകാര പ്രതിഷ്ഠ. അപ്പോൾ എനിക്ക് വളരെയധികം ആശ്വാസവും ശാന്തി. എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒന്നിൽ പെട്ടു അല്ലെങ്കിൽ ഒന്നിലില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ദുഃഖമാണ്. ഏതെങ്കിലും ഒന്നിൽ ഒതുങ്ങിയാലും ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗം അല്ലെങ്കിലും ഒക്കെ നമുക്ക് ദുഃഖമാണ്. പക്ഷെ ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഈ ആരാധനാലയം കണ്ടപ്പോൾ ഈ ശാന്തിഗിരി ആശ്രമത്തിൽ എല്ലാം ഉണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ എല്ലാത്തിനെയും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നാച്ചുറലി ഒരു ഇഷ്ടവും ബഹുമാനം ആദ്യം തന്നെ ഉണ്ടായി. അതിനുശേഷം ഗുരുവിനെ കാണുമ്പോൾ നമ്മൾ ഈ കണ്ട ആ രൂപം, നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞ കുഞ്ഞിലെ ആ ഗുരുവിൻ്റെ ഒരു രൂപം തെളിഞ്ഞ ഒരേ ഒരു മഹാൻ മാത്രം ചരാചര രക്ഷകൻ എന്ന് പറഞ്ഞ ആ രൂപത്തെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഗുരുവിനെ വലുതാക്കി പറയാനോ അല്ലെങ്കിൽ പിന്നെ മനുഷ്യ ആരാധനയെന്നോ ആ അർത്ഥത്തിലല്ല. ഇതിന് മറ്റൊരു തലമുണ്ട്. ഈ ഗുരു രൂപത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഗുരുവാണ് ഏറ്റവും മഹാനെന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ പറയാൻ വേണ്ടിയല്ല. ഇതിൻ്റെ ഒരു പൊരുൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ, ഇപ്പോൾ കുട്ടിക്കാലത്ത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ അമ്മയൊക്കെ നമ്മളെ ഗുരുവായൂർ കൊണ്ടുപോയിട്ടുണ്ട്. അച്ഛനൊക്കെ എപ്പോഴും നമ്മളെ വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു വെക്കേഷനൊക്കെ വരുമ്പോൾ ഗുരുവായൂർ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പം ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ദൈവത്തിൻ്റെ ഒരു സങ്കല്പത്തിലൊക്കെ അങ്ങനെ നമ്മുടെ മനസ്സിൽ കുട്ടിക്കാലത്ത് തന്നെ ഉറച്ചതാണ്. അപ്പോൾ ഈ ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആശ്രമത്തിൽ ഗുരുവിനെ കാണുമ്പോഴും എല്ലാവരും ഒക്കെ ഗുരുവേ അപ്പ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഗുരുവായൂരപ്പൻ പോലെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഈ ഒരേ ഒരു മഹാൻ മാത്രം എന്നുള്ള ആ രൂപവും ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ദൈവികമായിട്ടുള്ള ഗുരുവിനെക്കുറിച്ചുള്ള ഒരു സ്നേഹം, ഗുരുവിനെ എപ്പോഴും നമ്മൾ ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രതിരൂപം പോലെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മുടെ ഗുരുവിനെ ദൈവമെന്ന് പറയാനോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളെ അപമാനിക്കാനോ ആ അർത്ഥത്തിലല്ല. ഈ ഗുരുവിനെ എങ്ങനെയാണ് ദൈവമായിട്ട് കാണുന്നത്? ഇപ്പോൾ ഒരുപാട് നമുക്ക് മത സ്വഭാവത്തിലുള്ള അറിവുകളുണ്ട്. അപ്പോൾ പല തലത്തിൽ ഇപ്പോൾ ദേവീദേവ സമ്പ്രദായങ്ങൾ, അപ്പോൾ അതെല്ലാം ഓരോ തലത്തെ, ബോധത്തിൻ്റെ ഓരോ തലത്തെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഓരോ ദേവ സ്വഭാവത്തിലുള്ള ഒരു ബോധം, അതിനുശേഷം മതസ്വഭാവത്തിലൊരു ദൈവം. അപ്പോൾ അത് ഒരു ദൈവികതയുടെ ഒരു തലത്തെയാണ്, ദൈവിക ബോധമണ്ഡലത്തിൻ്റെ ഒരു തലത്തെയാണ് ഈ മതസ്വഭാവത്തിൽ പല മതസ്വഭാവത്തിലൂടെ പറയുന്നത്. എന്നാൽ ഏറ്റവും ഉന്നതമായ അചിന്ത്യവും അവ്യക്തവും സമസ്ത ജഗത്തിനും ധാരണായ അരൂപനായ നിർവചിക്കാൻ കഴിയാത്ത ആ പരമബോധമായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ആ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ മതാതീതമായ ആ പരമമായ ആത്മീയതയുടെ ഒരു വശത്തേക്ക് എല്ലാ മതങ്ങൾക്കും അപ്പുറത്തുള്ള, അല്ലെങ്കിൽ മതങ്ങൾക്ക് പറയാൻ ഒരു ലിമിറ്റേഷനുണ്ട്, പറഞ്ഞ് അവിടെ നമ്മളെല്ലാം ഒരു തലം വരെ കൊണ്ടുപോകാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തോട്ട് നയിക്കാൻ അശക്തനാകുമ്പോൾ ഈ ഗുരു സമ്പ്രദായത്തിലൂടെ ഈ ഗുരു സമ്പ്രദായത്തിലൂടെ ഈ ഗുരു സാക്ഷാൽ പരബ്രഹ്മം, നമ്മളിങ്ങനെ പറയും ഗുരോർ ബ്രഹ്മ ഗുരോർ വിഷ്ണു ഗുരോർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമ എന്ന് പറയുമ്പോൾ ഈ ഗുരു സ്വഭാവത്തിൽ
വരുന്ന ഈ വ്യക്തിത്വം തൻ്റെ ബോധമണ്ഡലം ഇങ്ങനെ പരിണമിച്ച് എല്ലാ ദേവ സ്വഭാവത്തിലും മറ്റ് ഋഷി സമ്പ്രദായങ്ങളിലും മതസ്വഭാവത്തിലും ഒക്കെയുള്ള കോൺഷ്യസ്നെസ്സിനെയൊക്കെ അതിവർത്തിച്ച് അചിന്ത്യവും അവ്യക്തവുമായ ആ പരമമായ ബോധത്തിൻ്റെ ആ കാരുണ്യ സ്വഭാവത്തിൻ്റെ വ്യക്തിബോധങ്ങളെയൊക്കെ അതിവർത്തിച്ച് ആ കാരുണ്യ സ്വഭാവത്തിലായ ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിൻ്റെ ആ സെൻറ്ററിലേക്ക് മേർജാവുമ്പോൾ ആ പരമസത്യം അചിന്ത്യവും അവ്യക്തവുമായിട്ടുള്ള ആ സത്യം ഈ ഗുരുസ്വരൂപത്തിൽ ആ തലമുറയിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ മനുഷ്യരുടെ മനസ്സിൽ തെളിയുന്നു. ദൈവത്തിൻ്റെ സ്വരൂപമായിട്ട് പലർക്കും ഈ പരമമായ സത്യത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട അല്ലെങ്കിൽ അതിലേക്ക് ലയിച്ചു ചേരപ്പെട്ട ഗുരുക്കന്മാർ അതാത് കാലഘട്ടത്തിലുള്ള മനുഷ്യരാശിക്ക് ദർശന സ്വഭാവത്തിൽ ഈ രൂപത്തിലാണ് കാണാൻ പറ്റുന്നത്. ആ രൂപമില്ലാത്ത ആ പരമബോധമായിട്ടുള്ള സത്യം ഈ ഗുരുക്കന്മാരുടെ രൂപത്തിലാണ് ഓരോരുത്തരുടെയും ഈ ദർശന സ്വഭാവത്തിൽ ഈ ഗുരുവിനെ വിശ്വസിച്ചില്ലേ, എവിടെ ഏത് കോണിലും ലോകത്തിൻ്റെ ഏത് കോണിലും ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ രൂപത്തിലായിരിക്കും ആ പരമമായ സത്യം ദർശനം കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഗുരുബോധത്തിലൂടെ പരിണമിക്കുന്ന ഗുരുശിഷ്യ ബന്ധത്തിലൂടെ ഈ മതാതീതമായ ഏറ്റവും ഉന്നതമായ തലങ്ങളിലേക്ക് കടക്കുന്ന ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഒരു തലം വശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഗുരു ശിഷ്യ പാരസ്പര്യത്തിലൂടെയുള്ള ഒരു പരിണാമത്തിലൂടെയാണ് നമ്മൾ ഈ പരമമായ ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നുള്ളൊരു അറിവ് നമ്മൾ ഈ ആശ്രമ സ്വഭാവത്തിൽ വന്നപ്പോൾ മനസ്സിലാക്കുകയും അപ്പോൾ ഏകം സത്യമായിട്ടുള്ള ആ പരമമായ ദൈവത്തെ നമ്മൾ ആരാധിക്കുകയും ആ രൂപം ഞാൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞത് ആ ദൈവം എനിക്ക് കാണിച്ചു തന്നതാണ്. ഇന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഇന്ന ഭാവത്തിൽ നിനക്കത് ദൃശ്യമാകും, അല്ലെങ്കിൽ ആ കോൺഷ്യസ്നെസ് ആ ബോധം ആ ദൈവമായിട്ടുള്ള പരമമായിട്ടുള്ള സത്യത്തിൽ ലയിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു അറിവ് ചിലപ്പോൾ എനിക്ക് കിട്ടി. അത് പല വ്യക്തിത്വങ്ങൾക്ക് ഇങ്ങനെ ഒരു രൂപം കണ്ട് വന്നതായിട്ട് പലരും നമ്മുടെ ആശ്രമ സ്വഭാവത്തിൽ നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോഴും ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പറയുമ്പോൾ നാരായണ ഗുരുവിനെക്കുറിച്ച് ഗുരുവിന് എപ്പോഴും നമ്മുടെ ഗുരുവും ആശ്രമത്തിൽ വരുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് എപ്പോഴും നാരായണ ഗുരുവിനെക്കുറിച്ച് ആണ് ഗുരു മിക്കവാറും സംസാരിച്ച് വരുമ്പോൾ നാരായണ ഗുരു ഇന്ന കാര്യം പറഞ്ഞു, അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കി എന്തെന്ന് വെച്ചാൽ ലോകത്തിൽ ഇന്നുവരെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ആചാര്യന്മാരും എന്താണ് പറഞ്ഞത്, അവർ ആ പരമ്പരയിൽ എന്താണ് അതിൻ്റെ സത്യം, ഒരു ക്രിസ്ത്യാനിയാകാൻ, ഒരു ഇസ്ലാം ആകാൻ, ഒരു ഏത് മതത്തിൻ്റെ ഏത് ആചാര്യനെ ഏറ്റവും അധികം സ്നേഹിക്കാനാണ് നമ്മുടെ ഗുരു നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ നാരായണ ഗുരുവിനെ ഏറ്റവും അധികം സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനുമാണ് നമ്മുടെ ഗുരു നമ്മളെ പഠിപ്പിച്ചത്. ശ്രീകൃഷ്ണ ഭഗവാനെ ആവട്ടെ, ഗുരുനാനാക്കിനെ ആവട്ടെ, ബുദ്ധ ഭഗവാനെ ആവട്ടെ, മുഹമ്മദ് നബിയെ ആവട്ടെ, യേശുവിനെ ആവട്ടെ, അങ്ങനെ ഏത് ഗുരുക്കന്മാരെ ആവട്ടെ അതിൻ്റെ ആ ത്യാഗ സ്വഭാവത്തിൽ ഈ മഹാന്മാരുടെ ത്യാഗം എന്താണ്, ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇത് എവിടേക്ക് നമ്മളെ നയിക്കുന്നു, മനുഷ്യരാശിയെ ഏത് ബോധമണ്ഡലത്തിലേക്ക് നയിക്കുന്നു, ഏത് സത്യത്തിലേക്ക് നമ്മളെ ഉണർത്തുന്നു, ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്, നമ്മൾ മനുഷ്യരാശി ഒന്നാണ്, ഒറ്റക്കെട്ടായിട്ട് ആ സത്യത്തിലേക്ക് പരിണമിക്കണം, എല്ലാ അതിരുകളെയും എല്ലാ തർക്കങ്ങളെയും എല്ലാ സങ്കുചിത ചിന്തകളെയും മാറ്റി നിർത്തി മനുഷ്യരാശി ഒറ്റക്കെട്ടായിട്ട് ആ ഏകദൈവ വിശ്വാസത്തിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ ഗുരുവും ഇതേ ആശയം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ആ രീതിയിൽ നമുക്ക് എന്താണ് ഒരു സ്നേഹത്തിൻ്റെ ശാന്തിയുടെ ഒരു വശത്ത് പരിണമിക്കാനും ഒക്കെ കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ അവസാനം ഞാൻ ഈ കൊച്ചു പ്രായത്തിലൂടെ ഓരോ കാഴ്ചപ്പാടിലൂടെ നമ്മളിങ്ങനെ വന്നതും അത് അവസാനം നമ്മളെ ഈ ഒരു ഭാഗത്തിലേക്ക് എത്തിച്ചതും ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ ജാതി മത സ്വഭാവങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് കുട്ടിക്കാലത്തുണ്ടായ മറ്റൊരു ചിന്താഗതി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മഹാഭാരതം രാമായണമൊക്കെ പോലുള്ള സീരിയലുകളൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഋഷി മുനിമാരൊക്കെ ഇങ്ങനെ തപസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവരെല്ലാം തപസ് ചെയ്യുന്നു. ഞാൻ നോക്കുമ്പോൾ അവർക്ക് കയ്യിലൊക്കെ ഒരു സാധനം വെക്കുന്നു, ഒരു കമണ്ടലു, പിന്നെ അവരുടെ പാദങ്ങളിലൊക്കെ ചെരുപ്പുകളൊക്കെ ഇട്ട് പ്രത്യേക രീതിയിൽ ധ്യാനിക്കുന്നു, മെതിയടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഒരു പൂണൂല് സംഭവമുണ്ട്. അപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോൾ അത് ബ്രാഹ്മണരാണ് എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ പൂജാരികൾ, ഈ അമ്പലങ്ങളിലൊക്കെ പൂജാരികൾക്കെല്ലാം പൂണൂലുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അവർക്കാണ് ദൈവവുമായിട്ട് ഏറ്റവും അധികം അടുപ്പം, ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ പൂണൂല്, അപ്പം നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മളൊരു പ്രത്യേക ജാതിയുടെ ഭാഗം. അപ്പോൾ ഈ ബ്രാഹ്മണരെന്ന് പറയുന്ന ഈ പൂണൂലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നതെന്നൊക്കെ ഉള്ളൊരു ചിന്ത കുട്ടിക്കാലത്ത് എനിക്ക് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു
അപ്പോൾ നമുക്ക് ഇനി ഒരു ബ്രാഹ്മണനാവാൻ എന്ത് ചെയ്യണം? എൻ്റെ കൊച്ചു മനസ്സിൽ എനിക്ക് തോന്നി ഒരു ബ്രാഹ്മണനായാലേ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇതൊന്നും നമുക്ക് ആത്മീയമായിട്ടോ മറ്റു കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യമൊന്നുമില്ല. നമ്മൾ കളി, ചിരി, സിനിമ, ക്രിക്കറ്റ്, പിന്നെ സയൻസ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നമുക്കിതിനകത്തൊന്നും ഒരു താല്പര്യമില്ല. പക്ഷേ എന്നാലും ചില സമയത്ത് നമ്മൾ ഒരു ട്യൂണിങ്ങിൽ ഇതിലൊക്കെ ഒരു താല്പര്യം, ഈ തപസ്സും ഈ സന്യാസിമാരും ദൈവം എന്നൊക്കെ പറയുമ്പോൾ ചില സമയത്ത് നമ്മൾ ഇതിൽ ആകൃഷ്ടരാകും. അപ്പോൾ ഈ ആകൃഷ്ടരാകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പൂണുനൂല് ബ്രാഹ്മണനാവാൻ എന്താണ് വഴി? അപ്പോൾ അമ്മയോടൊക്കെ ചോദിച്ചപ്പോൾ അതിനിപ്പോൾ ഒരു വഴിയില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ എന്ത് ചെയ്യും, കുട്ടിക്കാലത്ത് ഒരു പൂണൂല് പോലെ ഒരു നൂലൊക്കെ ഇട്ട് സ്വയം ഒരു നൂലൊക്കെ ഉണ്ടാക്കി ഈ വീട്ടിലുള്ള ഒരു കാവി മുണ്ടും സംഭവമൊക്കെ എടുത്തിട്ട് പ്രത്യേക രീതിയിൽ ചെരുപ്പൊക്കെ ആയിട്ട് സന്യാസിയായിട്ട് ഞാനിങ്ങനെ പെരയിടത്തിലൊക്കെ മൊത്തം ആരും കാണാതൊക്കെ നടന്ന് ഒരു സ്ഥലത്തൊക്കെ ഇരുന്ന് തപസ്സൊക്കെ ചെയ്ത് നമുക്കൊരു തൃപ്തിയാവുന്നവരെ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കളികളിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ ഒരു സന്യാസിയായിട്ട് താപസിയായിട്ടൊക്കെ നടക്കുന്ന അതൊരു വേഷപ്രച്ഛന്നനായിട്ട് അതൊരു കളി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കളി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രാഹ്മണനാവാൻ പറ്റാത്തൊരു വിഷമം, കാര്യം ബ്രാഹ്മണന് മാത്രമേ ദൈവികമായിട്ടുള്ള ആ ഒരു സാമീപ്യം കിട്ടുമെന്നുള്ളൊരു ചിന്താഗതിയുമായിട്ടാണ് നമ്മൾ നടന്നിരുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഗുരുവിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ അതും മറ്റൊരു ആശ്വാസം. ഇല്ല നമ്മുടെ മറ്റേ ജനാർദ്ദനം മറ്റേ സിനിമയെ പറയുന്നതിനൊക്കെ അത് മറ്റൊരു ആശ്വാസം. അപ്പോൾ എൻ്റെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഗുരു നമ്മളോട് പറയുകയാണ്, ഇത് ജാതിയല്ല, ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ ഇതൊന്നും ജാതിയല്ല. ഈ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ജാതി വിഭാഗത്തിൻ്റെ ഭാഗമല്ല. അതൊരു വർണ്ണം, അതൊരു ക്വാളിറ്റിയാണ്. മനസ്സിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള മനസ്സിൻ്റെ ഓരോരുത്തരുടെയും ബോധമണ്ഡലത്തിൻ്റെ വികാസവും ക്വാളിറ്റിക്കും അനുസരിച്ചാണ് സത്വരജസ് തമസ് ഗുണത്തിൻ്റെ ഒരു മിശ്രിതമായിട്ട്. അപ്പോൾ ഏത് കുടുംബത്തിലും ഏത് ജാതിയിലോ എവിടെ ജനിച്ചാലും അതിൽ ക്ഷത്രിയനും വൈശ്യനും ശൂദ്ര സ്വഭാവത്തിലൊക്കെ ഉള്ള ഓരോ വ്യക്തികളുണ്ടാവും. ഒരു വീട്ടിൽ തന്നെ എല്ലാ വർണ്ണങ്ങളും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഏത് സ്വഭാവം ഉണ്ടാവും, എല്ലാവരിലും ഈ എല്ലാത്തിൻ്റെയും ക്വാളിറ്റി മിശ്രിതമാണ്. ഇനി ഏത് സ്വഭാവത്തിൽ ജനിച്ചാലും അയാൾക്ക് ബ്രാഹ്മണനോ ക്ഷത്രിയനോ ഒക്കെ ആയിട്ട് പരിണമിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വാൽമീകി, ഇപ്പോൾ രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാള സ്വഭാവം കാണിച്ചെങ്കിലും ഈശ്വര നാമജപം കൊണ്ട് അദ്ദേഹം ഒരു ബ്രാഹ്മണനായതും, അല്ലെങ്കിൽ എത്രയോ ശൂദ്രകുലങ്ങളിൽ ജനിച്ചിട്ടുള്ള ഗുരുക്കന്മാർ അവസാനം ബ്രാഹ്മണ സ്വഭാവത്തിൽ ബ്രാഹ്മണ്യം ബ്രഹ്മജ്ഞാനം നേടിയതും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ജാതിയല്ല, ഇതൊരു സ്വഭാവം, ഒരു ഗുണമാണ്, ഒരു ക്വാളിറ്റി ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഒരു കോൺഷ്യസ്നെസ് ആണ്. അതിൽ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റിലായാലും ആർക്ക് വേണോ ഏത് സ്റ്റേറ്റിലേക്ക് വേണോ അവനവൻ്റെ പ്രാർത്ഥനയും കർമ്മവും തപസ്സും എല്ലാം കൊണ്ട് ഉയരാൻ പറ്റും. അല്ലാതെ ഇതൊന്നും ഒന്നും ലിമിറ്റ് ചെയ്യുന്നില്ല. എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യവും പൂർണ്ണതയ്ക്കും അവകാശപ്പെട്ട ഒരു കാലമാണ് ഈ കലിയുഗം. എല്ലാവർക്കും ഏത് രംഗത്തുള്ളവർക്കും പൂർണ്ണതയിൽ എത്താൻ പറ്റുന്ന ഒരു കാലമാണ് ഈ കലിയുഗമെന്നും നമ്മുടെ ഗുരു ശാന്തിഗിരിയിലൂടെ വന്നപ്പോൾ അപ്പോൾ ഇതും കുട്ടിക്കാലത്തെ നമ്മുടെ ഒരു ചിന്താഗതിയും നമുക്കൊരു ആശ്വാസം. ആർക്കും ഏത് അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഏത് പൂർണ്ണതയിലേക്കും പരിണമിക്കാമെന്നും അതിൽ ഒരു ഗുരുമാർഗത്തിലൂടെ ആകുമ്പോൾ അത് എപ്രകാരം അവനെ ആ പൂർണ്ണതയിലേക്ക് എത്താൻ ഗുരു സഹായിക്കുമെന്നും ഒക്കെയുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ഗുരു സ്വഭാവത്തിൽ ഈ പരമബോധത്തിൽ വിരാജിക്കുന്ന അല്ലെങ്കിൽ ആ പരമബോധവുമായിട്ട് ഒന്നായിരിക്കുന്ന ആ ഗുരുക്കന്മാരുടെ സാമീപ്യത്താൽ നമ്മളിലെ ഈ കർമ്മങ്ങളും നെഗറ്റിവിറ്റികളും ഈ ദോഷങ്ങളും ഇതെല്ലാം ഇങ്ങനെ ആ പ്രകാശധാരയിൽ അഴിഞ്ഞ് പോയി നമ്മൾ ഇതിൽ നിന്നെല്ലാം മനസ്സിൻ്റെ ഈ കെട്ടുപാടുകളിൽ നിന്നും നെഗറ്റിവിറ്റികളിൽ നിന്നും ഒക്കെ മോചിതനാവുന്നതിനനുസരിച്ച് നമ്മുടെ ബോധം വികസിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തരും ഈ പൂർണ്ണതയിൽ ഓരോ ജീവൻ്റെയും ആ പൂർണ്ണതയിലേക്ക് ഉയരുന്നതായിട്ടും ഒക്കെ നമ്മൾ ആശ്രമ സ്വഭാവത്തിൽ മനസ്സിലാക്കി. അപ്പോൾ ആശ്രമ സ്വഭാവത്തിൽ പൊതുവേ ഒരു ആരാധനാ സ്വഭാവത്തിൽ ഒരു ജീവിതത്തിൻ്റെ പൂർത്തീകരണമായിട്ട് അല്ലെങ്കിൽ നന്മയ്ക്ക് മറ്റ് വിജയങ്ങൾക്ക് എല്ലാം ഉപകരിക്കുമ്പോഴും ചില കാര്യങ്ങൾ ഇപ്പോൾ ഗുരുശിഷ്യ മാർഗത്തിൽ ഒരു ആശ്രമ സ്വഭാവത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ ഞാനെന്ന ഒരു ഫാൾസ് ആയിട്ടുള്ള ഒരു സെൽഫിൽ നമ്മളിരിക്കുകയാണ്. ആ തെറ്റായ സെൽഫിൽ നിന്ന് ശരിയായ ആ ജ്ഞാനത്തിൻ്റെ അവബോധത്തിൻ്റെ സെൽഫിലേക്ക് ഉണരാൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളുടെയും എല്ലാ കെടുതികളുടെയും ഒരു ശാശ്വത ശാന്തിയിലേക്ക് പോകുമ്പോൾ ഈ ശാന്തിയിലേക്ക് പോകാൻ എങ്ങനെ ഒരു കോൺഷ്യസ്നെസ്സിനെ പരിവർത്തനപ്പെടുത്തണമെന്നുള്ളത് ഒരു ഗുരുവിനോടൊപ്പം പ്രവർത്തിച്ച് അല്ലെങ്കിൽ ഒരു ആശ്രമ സ്വഭാവത്തിൽ ഒരു ഗുരുവിനോടൊപ്പം പ്രവർത്തിക്കുമ്പോഴേ അതിന് സാധിക്കൂ എന്നുള്ളത്. കാരണം ശരിയും തെറ്റും നമ്മൾ ഈ പഠിച്ചു വെച്ചേക്കുന്ന ശരിയും തെറ്റും അല്ലെങ്കിൽ ആ രീതിയിലല്ലാതെ തെറ്റുകൊണ്ടും ശരി കൊണ്ടും ഒക്കെ അതിനെ മിശ്രിതമാക്കി ഉചിതമായ ആ ബോധത്തിലേക്ക് ഉണർത്തിവിടാൻ ഒരു ബോധ സ്വരൂപത്തിലായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ കൂടെ എങ്ങനെ പ്രവർത്തിക്കണമെന്നൊക്കെ നമ്മൾ ആശ്രമ സ്വഭാവത്തിൽ പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ പഠിക്കാൻ
ഈ ഗുരു പരമ്പരകളായിട്ട് തന്നെ ഈ ബോധമണ്ഡലത്തിലേക്ക് ദൈവികമായിട്ടുള്ള ആ പരമബോധത്തിൽ വിരാജിക്കുന്ന ഒരു ഗുരുസ്വരൂപത്തിൽ ഗുരുശിഷ്യ പരമ്പരയായിട്ട് ആരെങ്കിലും ഉണ്ടായാൽ മാത്രമേ ഇത് സാധിക്കൂ. അങ്ങനെ പല ഗുരുക്കന്മാരും ഏറ്റവും ഉന്നതമായിട്ടുള്ള പല തലത്തിലും വന്നെങ്കിലും ഒരു ശിഷ്യ സമൂഹത്തിൽ ഒരു ശിഷ്യനില്ലാതെ ആ പരമ്പരകളെല്ലാം തടസ്സപ്പെട്ടതും അതിൻ്റെ മറ്റു മനുഷ്യർക്ക് സഹായകമാകുന്നതിൽ പിൽക്കാലത്ത് തലമുറകൾക്ക് സഹായകമാകുന്നതിൽ തടസ്സപ്പെട്ട് പല ഉന്നതമായ ഗുരുക്കന്മാരുടെ പരമ്പരകൾ നശിക്കപ്പെട്ടതൊക്കെ ഗുരു നമ്മളെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ആശ്രമത്തിൽ എക്കാലവും ഒരു ഗുരുസ്ഥാനത്ത് ഒരു ആളുണ്ടാകും. അപ്പോൾ ആ ഗുരു സ്വരൂപത്തിലൂടെ നമുക്ക് ഈ ഒരു ആത്മീയമായിട്ടുള്ള ഉണർച്ച അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ജീവൻ്റെ പരിണാമം എക്കാലവും സംഭവിക്കുമെന്നുള്ളൊരു ഗ്യാരണ്ടിയും നമുക്ക് നമ്മുടെ ഗുരു തന്നു. അപ്പോൾ അഭിവന്ദ്യ ശിഷ്യപൂജിത ഗുരുവിലൂടെ, ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യയായ ശിഷ്യപൂജിത ഗുരുവിലൂടെ നമുക്കിപ്പോഴും ആ ഒരു സാമീപ്യം, ആ ദൈവത്തിൻ്റെ ആ സ്വരൂപം, ദൈവത്തിന് അചിന്ത്യവും അവ്യക്തവുമായിട്ടുള്ള ആ സമസ്ത ജഗത്തിൻ്റെയും ധാരണയായിട്ടുള്ള പൂർണ്ണതയായിട്ടുള്ള ആ സത്യം ഒരു സ്വരൂപത്തിൽ നമുക്ക് ദർശിക്കാൻ അജ്ഞാനികളായിട്ടുള്ള നമുക്ക് നേരിട്ട് അതിലേക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ കഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്വരൂപത്തിൻ്റെ ഒരു സാന്നിധ്യവും ആ സാന്നിധ്യത്തിലൂടെ എങ്ങനെ പരിണമിക്കണം. ഇപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ശിഷ്യപൂജിത പഴയ പോലെ ഇപ്പോൾ ഗുരുവൊക്കെ എല്ലാവരെയും വിളിച്ച് നമ്മളെയൊക്കെ ഒരുപാട് സംസാരിക്കുമായിരുന്നു. എപ്പോഴും നിരന്തരം സംസാരിച്ച് പറഞ്ഞ് നമുക്കൊരു ബേസ്, പരമ്പരയ്ക്കൊരു ബേസ് ഉണ്ടാക്കുന്നതിന് ഗുരു ഒരുപാട് സംസാരിച്ചിരുന്നു നിരന്തരം. പക്ഷേ അഭിവന്ദ്യ ശിഷ്യപൂജയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ പലപ്പോഴും മൗനമാണ്, അധികം സംസാരിക്കുന്നില്ല. പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മൗനമായിട്ടുള്ളൊരു സാന്നിധ്യം, ഇങ്ങനെ പറയും, ഏറ്റവും ഉന്നതമായിട്ടുള്ള സംസാരം നടക്കുന്ന മൗനത്തിലൂടെയാണ്. ജീവനും തമ്മിലുള്ള സംഭാഷണം, അതിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുന്ന മൗനത്തിലൂടെയാണ്. നമ്മൾ ചെവിയും സംസാരവും നാക്കും ഇന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ കേൾക്കുന്നത് വെറുതെ നമ്മളിങ്ങനെ കേട്ട് മനസ്സിൻ്റെ ഒരു തലത്തിലൂടെ അങ്ങ് പോകുമ്പോൾ മൗനത്തിലൂടെയാണ് ഏറ്റവും ഉന്നതനായ ഗുരു സംസാരിക്കുന്ന മൗനത്തിലൂടെയാണ്. ആ ഗുരുവിൻ്റെ സാമീപ്യത്തിൽ നമുക്ക് വേണ്ട എല്ലാ പരിവർത്തനത്തിനുള്ള സാഹചര്യങ്ങളും താനേ ഉണ്ടായിക്കൊള്ളുന്നുള്ളൂ. ഈ ഒരു ഗുരുവിനോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ മറ്റെല്ലാ സാഹചര്യങ്ങളിലൂടെയും നമ്മുടെ ജീവനെ പരിണമിപ്പിക്കാനുള്ള ആ ഗുരുവിൻ്റെ പ്രവർത്തനം 4 വഴി കൂടെയും നടന്നുകൊണ്ട് നമ്മളെ ഈ തെറ്റായ ഞാനെന്ന ഭാവത്തിൽ നിന്ന് ശരിയായ ഞാനെന്ന ഭാവത്തിലേക്ക് എത്തിക്കാൻ ചില കഥാർസിസ് നടക്കുമ്പോൾ ആദ്യം കുറച്ച് ദുഃഖകരമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം ഈ പരിശുദ്ധമാകുന്ന ഒരു പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോയി നമ്മൾ ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിൽ, ജീവിതത്തിൻ്റെ ശാന്തിയിൽ, സൗരഭ്യത്തിലേക്ക് നമ്മളെ ഉയർത്താൻ ഈ ഗുരുമാർഗ്ഗം എപ്രകാരം സഹായിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ പരിണമിക്കാൻ നമ്മളെ സഹായിച്ചത് ഈ ഗുരുമാർഗ്ഗങ്ങളുടെ അറിവാണ്. അപ്പോൾ അതിൽ കുഞ്ഞുനാളിൽ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ വാചകങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നുള്ള ആ ഒരു വാചകവും ആ ഒരു ടീച്ചിങ്ങും എൻ്റെ ജീവിതത്തിൽ എനിക്ക് എത്രത്തോളം ഈ ഗുരുമാർഗ്ഗത്തിലേക്ക് പരിണമിക്കാൻ എന്നെ സഹായിച്ചു എന്നുള്ളത് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളെല്ലാം ഈ ഒരു സത്യത്തിൻ്റെ വഴിയിലേക്ക് സഞ്ചരിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ആ ഒരു സത്യത്തിൻ്റെ, ആ തെറ്റായ അജ്ഞാനത്തിൻ്റെ ഭാഗത്തിലിരിക്കുന്ന ആ കപടമായിട്ടുള്ള ആ അസ്തിത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ശരിയായ ജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് വരാൻ എല്ലാവർക്കും ഗുരുകാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സദ്ഗുരുവേശ്വരൻ.